ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു ദോശയാണ്. സാധാരണ കുറേ ദോശകളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെ നിങ്ങൾ ദോശ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കണം. കാരണം കുട്ടികളൊന്നും പയറും പരിപ്പൊന്നും ഒന്നും കഴിക്കലില്ല അധികം നമ്മൾ വെച്ച് കൊടുത്താലും. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് നല്ലപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കണം. വീഡിയോ കാണുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത് നമ്മളെ ഉഴുന്ന് പച്ചരി അതേപോലെ തന്നെ നമ്മളെ മമ്പയർ വെച്ചിട്ടാണ്. അതും നമ്മളെ വെളുത്ത മമ്പയർ വെച്ചിട്ടാണ്, വെള്ള കളർ മമ്പയറില്ലേ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. നമ്മൾ റേഷൻ കടയിൽ സാധാരണ പച്ചരി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലപോലെ ഉലുവ ചേർത്ത് കൊടുക്കാൻ നോക്കാം. അതിലേക്ക് അതേ കപ്പിൽ തന്നെ ഞാൻ 1/2 കപ്പ് നമ്മൾ ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ രാത്രി ഓവർനൈറ്റായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് ഇനിയിപ്പോൾ രാവിലെ ഞാനതെടുത്ത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നു, അത്രയേ ക്വാളിറ്റി ഉള്ളൂ. നമ്മൾ മിക്സിൻ്റെ വലിയ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമ്മൾക്ക് ഈ അരി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ അരിയും ഉഴുന്നും ഒക്കെ ഉള്ളത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ പിന്നെ ഞാൻ സെപ്പറേറ്റായിട്ട് ഞാനൊരു 1/4 കപ്പ് നമ്മളെ വെള്ള മമ്പയർ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയത് കൊണ്ടാണ്. 1/4 കപ്പ് അത് നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ എരിവും അതേപോലെ ഒരു മണവും ഇതൊക്കെ വേണം. നമ്മൾ കഴിക്കുമ്പം കുറച്ചൊരു ഇത് വേണം. അതിന് വേണ്ടി ഞാനൊരു 2 പച്ചമുളകും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ അരിക്ക് മേഘ നിൽക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് നമ്മൾക്ക് ഒരു 8 മണിക്കൂർ അങ്ങനെയൊന്നും ഇതാക്കി വെക്കണ്ട, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമ്മൾക്ക് അപ്പാടെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നമുക്കിതൊന്ന് അരച്ച് വെച്ച് ഞാനിത് ഒരു 1/2 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വെക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല ദോശ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയൊക്കെ കഴുകി ഒഴിച്ചതിന് ശേഷം ഞാനിതൊന്ന് നല്ലതുപോലെ കലക്കി ഞാനിതൊന്ന് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ദോശ ഇട്ടത്. അതിനൊരു ഫ്രൈ പാൻ എടുത്ത് ഞാനത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 തവയോളം നമ്മളെ മാവെടുത്ത് ഇതേപോലെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ദോശ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് എങ്ങനെയാണോ ദോശ വേണ്ടത് അതേ രൂപത്തിൽ പരത്തിയെടുക്കുക. ഞാൻ ഈ ഫ്രൈ പാനിലാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ നെയ്യ് ഇട്ട് കൊടുക്കണം. ഏത് ദോശ ആയാലും നമ്മൾ ഉഴുന്ന ദോശ ആയാലും നെയ്യ് ചേർത്തിട്ട് ദോശ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ. നല്ലതുപോലെ എല്ലാ ഭാഗവും ഇതേപോലെ നെയ്യ് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കും കൂടി നമ്മൾക്കൊന്ന് കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു കളർഫുള്ളായി ദോശയായി. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതൊന്ന് ഒരു ഭാഗം നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ മറ്റേ ഭാഗത്തേക്കും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ദോശ ഒന്ന് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്കിതൊന്ന് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഒരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കും. നമുക്ക് അതേപോലെ നമ്മൾ അരി തീരുന്നത് വരെ നമുക്ക് എല്ലാ ദോശയും നമുക്ക് ഇതേപോലെ നമുക്ക് ചുട്ടിട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്കെല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ ദോശകൾ നമ്മളൊക്കെ ഹെൽത്തിനൊക്കെ നല്ല ഒരു ഇതാണ്. കാരണം അത് നമ്മളെക്കാളും കുഞ്ഞുങ്ങൾക്കാണ്, അവരാണ് കൂടുതലും ഇങ്ങനത്തെ പരിപ്പുകളും കാര്യങ്ങളൊന്നും കഴിക്കാത്തത്. അപ്പോൾ അങ്ങനെ കഴിക്കാതെ കുട്ടികൾക്ക് നമ്മൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആരോഗ്യത്തിനും കുറച്ച് നല്ലതാണ്. എപ്പോഴും നമ്മൾ എന്താ പറയുക, ഈ വെറും പച്ചരി മാത്രം അരച്ചിട്ട് ദോശ ഉണ്ടാക്കാതെ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കാനും ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലതുപോലെ കഴിച്ചോളും. അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലത് തന്നെയാണിത്. ഞാൻ എല്ലാ ദോശയും ഇതേപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2-3 എടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയെന്ന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല നമുക്ക് സാമ്പാറിൻ്റെ കൂടെയോ ചട്നി കൂടിയോ എങ്ങനെ വേണം കഴിക്കാം.
ഇനി തന്നെയാണ് നല്ലൊരു റെസിപ്പിയായി വരുന്നവരെല്ലാവരോടും അസ്സലാമലൈക്കും. താങ്ക് യു.